ഇറാനെതിരെ അമേരിക്കയുടെ പിന്തുണയില്ലാതെ യുദ്ധത്തിന് സജ്ജരാകാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ ആണവാക്രമണത്തെ പ്രതിരോധിക്കാനും തയ്യാറെടുക്കണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി സൈന്യത്തോട് ആവശ്യപ്പെട്ടു. ഇറാനുമായി ധാരണയിലെത്താൻ അമേരിക്ക ശ്രമിക്കുന്നത് നിക്ഷിപ്ത താൽപര്യത്താൽ മാത്രമാണെന്ന രൂക്ഷ വിമർശനവും ഇസ്രായേൽ ഉയർത്തുന്നു. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ശക്തമായ ഒരു നിലപാട് മാറ്റത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ തന്നെ യുദ്ധത്തിന് സജ്ജരാകാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നു എന്ന് മാത്രമല്ല, അമേരിക്ക നിലവിൽ ഇറാനുമായി ഒരു ധാരണയിലെത്തുന്നത് അതിന് അമേരിക്ക ശ്രമിക്കുന്നത് ചില നിക്ഷിപ്ത താൽപര്യത്താൽ മാത്രമാണെന്നുള്ള രൂക്ഷ വിമർശനം കൂടി ഇസ്രായേൽ ഉയർത്തുകയാണല്ലേ? രോഹിണി, തീർച്ചയായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അതിരൂക്ഷമായ വിമർശനമാണ് അതീവ ഗൗരവമർഹിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. ആക്രമിക്കുമെന്നൊരു നിലപാടെടുക്കുകയും പിന്നീട് വൈകുന്നേരം അർദ്ധരാത്രിയോടുകൂടി ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുന്നു എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ നിലപാടുമായി ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ധാരണയിലെത്താനുള്ള നീക്കം, അതായത് ഈ ആഴ്ച തന്നെ യൂറോപ്പിൽ ഒരു യൂറോപ്പിൽ വെച്ചൊരു ധാരണയിലെത്തുമെന്നൊരു നിലപാടാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ഇനി ഒരു ദിവസമോ മാക്സിമം ഞായറാഴ്ച വരെയോ നീണ്ടുപോകാവുന്നൊരു സാഹചര്യം മാത്രമാണുള്ളത്. ഈ ധാരണ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഭാഗമായാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയരാകേണ്ട ചുമതല ഇസ്രായേലിനില്ല എന്നൊരു നിലപാടാണ് പ്രതിരോധ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക സൂചന നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ, അമേരിക്കയുടെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ സഹകരണമില്ലാതെ തന്നെ ഇറാനെതിരെ യുദ്ധത്തിന് സജ്ജമാകാനും ഇറാൻ്റെ ആണവായുധം സംബന്ധിച്ച ശക്തമായ നിലപാടുകൾ പിന്തുടരാനും ഇറാനെ ആണവ രാഷ്ട്രമല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടരാനുമുള്ള നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. സൈന്യത്തെ സജ്ജമാക്കുക, തനിച്ച് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ആക്രമണശേഷി ശക്തമായി നിലനിർത്തുക, സ്വതന്ത്രമായ ആക്രമണത്തിന് തയ്യാറെടുക്കുക എന്നൊരു നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയിരിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കടുത്ത നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സിറിയയിലും അതുപോലെ തന്നെ ലെബനനിലും സ്വാഭാവികമായും യമൻ്റെ അതിർത്തിയിലെല്ലാം തന്നെ ശക്തമായ സൈനിക സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട്. ലെബനനിൽ നിന്നും പിന്മാറുന്ന വിഷയമേ ഉദിക്കുന്നില്ല എന്നൊരു നിലപാടും കൃത്യമായി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നുണ്ട്. സ്വാഭാവികമായും ലെബനനിലെ ആക്രമണം നിർത്തിവെക്കണമെന്നൊരാവശ്യം ട്രംപ് മുന്നോട്ട് വെച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ലെബനനെ ആക്രമിക്കരുത് എന്ന് ഇറാൻ ഈ ധാരണയുടെ ഭാഗമായി, അമേരിക്കയുടെ ധാരണയുമായി ഒരു ലെബനനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കരുതെന്ന് ഇറാൻ ധാരണയുടെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ചേർത്താണ് നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇതിന് പിന്നിലെന്ന ഒരു നിലപാടിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്കയുമായുള്ള ഒരു ബന്ധത്തിലെ ഉലച്ചിൽ വളരെ കൃത്യമായി ഉണ്ടായിരിക്കുന്നു. അത് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ ഐസൺ, അതോടൊപ്പം തന്നെ ഇതുവരെ ശീലമായിട്ടുള്ള ആ സമവാക്യങ്ങൾ മാറിമറിയുകയാണല്ലോ. അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇസ്രായേൽ കടന്നാക്രമിക്കുന്ന ഇറാൻ ഇനിയിപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ തങ്ങൾ അതിന് പ്രാപ്തരാണ് എന്ന് വരുമ്പോൾ ലോകക്രമത്തിൽ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കായിരിക്കും മാറ്റമുണ്ടാകുക? രോഹിണി, തീർച്ചയായും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ തന്നെയായിരിക്കും ഇത് സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പരിധിവരെ ഇസ്രായേലിനെതിരായ കർശനമായ നിലപാടുകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് ഈ വിഷയത്തിൽ ട്രംപിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ മറുപടി, ഇസ്രായേലിനെ ഈ സമാധാന ധാരണ അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നൊരു നിലപാടാണ്. നേരത്തെ ഈ സമാധാന ധാരണയുടെ ഭാഗമായി വെടിനിർത്തൽ നടപ്പാക്കിയ വേളയിലും ഇസ്രായേൽ ഒരു നിസ്സഹകരണം അമേരിക്കയുമായി കാണിച്ചിരുന്നു. അത് കൃത്യമായി പറഞ്ഞത്, ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് എതിരായ ആക്രമണം നിർത്തിവെക്കണമെന്നൊരാവശ്യം അംഗീകരിക്കാനാവില്ല. അതുപോലെ തന്നെ അമേരിക്ക ഒരു സുഹൃത്ത് രാഷ്ട്രമായതുകൊണ്ട് എടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു. അത് ഇറാൻ്റെ പൂർണ്ണമായ അനുമതിയോടെയുള്ള തീരുമാനമല്ല എന്ന് ഇസ്രായേലിൻ്റെ പൂർണ്ണമായ അനുമതിയോടെയുള്ള തീരുമാനമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ അന്ന് പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. തീർച്ചയായും ഈ ബന്ധം ഉലയുന്നു, അതായത് ഇസ്രായേൽ അമേരിക്ക ബന്ധം ഉലയുന്നു എന്ന സൂചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.